ഹായ് അസ്സലാമു അലൈക്കും. വരണ്ടുണങ്ങിയ ആത്മാവിനും ശരീരത്തിനും മേൽ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ കടാക്ഷം ചൊരിയുന്ന പുണ്യമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നിഹാൽ. ഓക്കെ, നിഹാൽ സുഖല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യം ചോദിക്കാല്ലേ? ചോദ്യത്തിന്റെ പാറ്റേൺ ഒക്കെ അറിയാലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം. കേട്ടോ? ക്വസ്റ്റ്യൻ കേട്ടോ? ഓപ്ഷൻസ് വേണ്ടേ? അറിയാം, എന്നാ പറഞ്ഞോളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അബ്രഹത്ത് രാജാവിന്റെ നേതൃത്വത്തിൽ കഅബ ആക്രമിക്കുവാൻ വന്ന സൈന്യത്തെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ്? ചോദ്യം ക്ലിയർ ആണോ? ഓക്കെ, അറിയാവോ? ആൻസർ അറിയാവോ? ഞാൻ ക്ലൂ പറയണോ? ഓക്കെ, ഒരുതരം പക്ഷികളെ അയച്ചിട്ടാണ് അതിനെ നേരിട്ടത് അല്ലെങ്കിൽ നശിപ്പിച്ചത്. ആ പക്ഷികൾക്ക് ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു പേരുണ്ട്. അതെ, ആ പേര് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉത്തരം പൂർണ്ണമാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സമയം എടുക്കരുത്. ഓക്കെ, ആരും ഡിസ്കസ് ചെയ്യാനില്ലേ? അറിയാവോ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരാ പറഞ്ഞത്? ഓക്കെ, ഉമ്മ കണ്ടിട്ട് അപ്പ കൺഗ്രാറ്റ്സ് പോയത്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ട രാവ് ഏതാണ്? അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവല്ലേ? അതെ. അതിനേതും ആവാലോ? അങ്ങനല്ല, അതിന് ഒരു പ്രത്യേകം ഒരു ദിവസമാണത്. അതെ, നമ്മളെല്ലാവരും കാത്തിരിക്കണ ഒരു രാവായിട്ട് നമുക്കതിനെ പറയാം. എന്ത്? അല്ല, ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അതെ. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട രാവ്. നമ്മളൊരു ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് അതിനു വേണ്ടി കാത്തിരിക്കലുണ്ട്. ആ ഒരു ഡേ, ആ ഒരു ദിവസം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. അതെ, എന്തായാലും വിളിച്ചത് സന്തോഷം. വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. മാസലാം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്.
അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അൻഷാദ്. അൻഷാദ് എന്ത് ചെയ്യുന്നു? എത്രയിൽ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ആരൊക്കെയുണ്ട് വീട്ടില്? ഉമ്മ, അപ്പ, അനിയത്തി, വലിയമ്മ, വലിയപ്പ. ആഹാ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ അൻഷാദിന്റെ അടുത്ത്? ആയിക്കോട്ടെ. റെഡി അല്ലേ? 3 ചോദ്യങ്ങളാണുള്ളത്, അറിയോ? 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ചെറിയ ക്ലൂ ഉണ്ടായിരിക്കുള്ളൂ, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ 3ഉം കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പല പ്രവാചകന്മാരും അവരുടെ പ്രബോധന കാലത്ത് അവിശ്വാസികളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടവരാണ്. അങ്ങനെ ശത്രുക്കളാൽ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ആരാണ്? ചോദ്യം ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് പറയട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇൻഷാല്ലാഹ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബ്ല ഏതാണെന്നറിയോ? ഓപ്ഷൻ ഇല്ല. ഇപ്പോഴത്തെ കിബ്ല എവിടെയാണെന്നറിയില്ലേ? ഏതാണ്? കഅബയിലേക്ക് എന്നല്ലേ നമ്മൾ പറയാ? ഓക്കെ, കഅബ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കിബ്ല ഏതാണ്? ഓക്കെ, ഞാനൊരു ക്ലൂ പറയാം. മിറാജ് സംഭവത്തിൽ പറയുന്ന ഒരു പള്ളിയാണത്. ഒന്നുകൂടി ആലോചിച്ചാൽ കിട്ടും. അതിനോട് അടുത്ത് വന്നിട്ടുണ്ട്. അതെ, പറഞ്ഞ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ലാസ്റ്റ് ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ. മാതാവ് ആമിന ബേബിയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരാണ്? അബൂ ത്വാലിബ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ആരാണ് ഒപ്പം നിന്ന് പറഞ്ഞു തന്നത്? ഓക്കെ, എന്തായാലും കൺഗ്രാറ്റ്സ് ഉണ്ട്. വീണ്ടും വിളിക്കാം അൻഷാദ്. ഓക്കെ, താങ്ക് യു. മാസലാമ. അപ്പോ ഇന്നത്തെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ. ഫാത്തിമ നിഹാല എവിടുന്നാ വിളിക്കുന്നത്? പുല്ലൂര്. ഓക്കെ, ഫാത്തിമ നിഹാല എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ല്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കുള്ളൂ, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കില്ല. 3ഉം കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. യൗമുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്നറിയപ്പെടുന്ന ദിവസം റമളാനിലെ ഏത് ദിവസമാണ്? റമളാനിലാണ്. അങ്ങനെയാണെങ്കിൽ റമളാൻ എത്രാമത്തെ ദിവസമാണ്? അറിയോ? ഞാൻ ഓപ്ഷൻസ് പറയട്ടെ? റമളാൻ 1,
റമലാൻ 27, റമലാൻ 17. റമദാൻ 17. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മബ്രൂക്ക്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ട സമുദായം. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ട സമുദായം അറിയോ? ഓപ്ഷൻസ് പറയാം. ഒരു ഓപ്ഷൻ അല്ല, ഒരു ചെറിയ ക്ലൂ പറയാം. വളരെ ശക്തന്മാരായിരുന്നു അവര്. ശക്തന്മാരെന്ന് പറയുമ്പോ നമുക്ക് നല്ല ഹൈറ്റും വെയിറ്റും. സമുദായം ഏതാണ്? ആദ്യ സമുദായം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യന് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് ക്ലൂ ഒന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജനിച്ച വർഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരാ പറഞ്ഞത്? ആഹാ, അൽവാസിത്തെ കാക്കാട് കൺഗ്രാറ്റ്സ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വിളിക്കുക. ഓക്കെ, മാസലാമ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ ഫിദ. ഫിദ എവിടുന്നാണ്? വെട്ടിച്ചിറ. കട്ടച്ചിറ. ഓക്കെ, എത്രയിലാ പഠിക്കുന്നത്? 8th. അങ്ങനെയാണെങ്കിൽ ഫിദന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആകെ 3 ചോദ്യങ്ങളുള്ളൂ. 3 ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ചോദ്യത്തിന്, രണ്ടാമത്തെ ചോദ്യത്തിന് ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇസ്ലാമിക പ്രബോധനത്തിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റു ദേശങ്ങളിലേക്ക് പറഞ്ഞയച്ച പ്രഥമ വ്യക്തി. ഇസ്ലാമിക പ്രബോധനത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ദേശങ്ങളിലേക്ക് പറഞ്ഞയച്ച പ്രഥമ വ്യക്തി അല്ലെങ്കിൽ ആദ്യ വ്യക്തി. ഓപ്ഷൻസ് പറയട്ടെ. ഓക്കെ, മിസബുനുൽ ഉമൈർ. കേട്ടോ? മിസബുനുൽ ഉമൈർ, സെയ്ദ് ബിൻ സാബിത്ത്, അബൂ ത്വാലിബ്. അറിയോ? അറിയാവോ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം. വിവാഹം കഴിക്കാത്ത പ്രവാചകൻ. അറിയോ? ക്ലൂ പറയണോ? വിവാഹം കഴിക്കാത്ത പ്രവാചകനാണ്. ഞാൻ ക്ലൂ പറയാം. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരില് ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചോദ്യം ചോദിക്കാം. റമളാനിലെ 2ാമത്തെ 10ൽ വിശ്വാസികൾക്കുള്ള
നേട്ടമായി പറയപ്പെടുന്നത്? രണ്ടാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടമായി പറയപ്പെടുന്നത് എന്താണ്? എങ്ങനെയാണ് അത് പറയപ്പെടുന്നത്? മഗ്ഫിറത്ത്. ഒന്നും കൂടി ആലോചിച്ചാൽ കിട്ടും. ഒന്നാമത്തെ 10 എന്താ അറിയപ്പെടുന്നത് അറിയോ? ഓക്കെ, റഹ്മത്തിന്റെ 10. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ 10? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരാ പറഞ്ഞന്ന്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, മാസലാമ. അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജംഷീറ. ഓക്കെ, പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണോ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, എന്റെ ഉമ്മ, 2 കുട്ടികളും. ഓക്കെ, എവിടെയാണ് സ്ഥലം? പറവണ്ണ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം പറയാൻ പോവാണ്. മക്കയിലെ സൊഫ കുന്നിനടുത്തുള്ള അബൂ ത്വാലിബിന്റെ ഭവനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഓക്കെ, ഇപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ഒന്നുകൂടി ആവർത്തിക്കാം. മക്കയിലെ സൊഫ കുന്നിനടുത്തുള്ള അബൂ ത്വാലിബിന്റെ ഭവനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഇപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ഞാൻ ഓപ്ഷൻസ് പറയാം. ഹജ്ജ് മന്ത്രാലയം, മക്ക ലൈബ്രറി, മക്ക മസ്ജിദ്. ഒന്നുകൂടി ഉറപ്പിക്കാവോ? സ്ഥാപനം ഏതാണ്? ലൈബ്രറി ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, മബ്രൂക്ക്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ഖുർആനിന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. അതിന്റെ പേരെന്താണ്? ഓപ്ഷൻസ് ഇല്ല. ഇത് നമ്മൾ നിത്യവും ചൊല്ലുന്ന ഒരു സൂറത്താണ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും ചൊല്ലും. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാ മതി. ഏതൊരു ഹലോ ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം അഥവാ ലൈല മിറാജ് നടത്തിയത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ഒന്നുകൂടി ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈല മിറാജ് നടത്തിയത് എവിടെ നിന്ന് എവിടേക്കാണ്? അല്ല, നമ്മൾ അതിനൊരു പ്രത്യേക പേര് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും, ഒന്ന് ആലോചിച്ചാ മതി. ഒരു മസ്ജിദ് ഒന്നുകൂടി ആലോചിച്ച ഒരു സമ്മാനം ഉറപ്പായിട്ടും കൊണ്ടുപോവാം.
ആരോടും ചോദിക്കാൻ പറ്റുമോ വീട്ടിൽ? ഓ ചോദിക്കാലോ, ചോദിച്ചോളൂ. പെട്ടെന്ന് പറയണേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം അഥവാ ലൈല മിറാജ് നടത്തിയത് എവിടെ നിന്ന് എവിടേക്കാണ്? സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പള്ളിയിൽ ഇവർക്ക് പോയത്? ഏനാകാശത്തേക്ക് പോയി. മസ്ജിദ് നബവിയിൽ ഏനാകാശത്തേക്ക് പോയി, അങ്ങനെയാണോ? അല്ല, ഒന്നുകൂടി അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണേ. ഓക്കെ, ഒന്നും കൂടി ആലോചിച്ച് പറഞ്ഞാ കിട്ടും. എവർക്ക് പോയിട്ട് പോയതിന് വേറെ ബുറാക്കുന്ന വാഹനത്തിലും പോയിട്ട്, അതല്ലല്ലോ ക്വസ്റ്റ്യൻ അതല്ല, എവിടെ നിന്ന് എവിടേക്കാണെന്നുള്ളതാണ്. പിന്നെ എവിടേക്കാണ് പോയത്? മസ്ജിദുൽ ഹറമിൽ നിന്നാണ് പോയത്. ഓക്കെ, പോരട്ടെ. മസ്ജിദുൽ ഹറമിൽ നിന്ന് ആകാശത്തേക്ക്, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഓക്കെ, അവസരം തീർന്നിരിക്കുകയാണ്, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. വിളിക്കാം. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വീണ്ടും വിളിക്കാം. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയട്ടെ. ചോദ്യം ഇതായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം അഥവാ ലൈല മിറാജ് നടത്തിയത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചെറിയൊരു പിഴവ പറ്റിയത്. എന്തായാലും ഇനി വിളിക്കാം, ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.